ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മാർച്ച് 2025 കഴിഞ്ഞ എക്സാമിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ആട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കിയോളൂ, 16 മുതൽ 20 വരെ ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. അപ്പോൾ ആകെ മൊത്തത്തിലായിരിക്കും 4 × 3 12 മാർക്കായിരിക്കും ഉണ്ടാവും. പരീക്ഷയ്ക്ക് 12 മാർക്കിനാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 16ാമത്തെ ചോദ്യം, ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി? ബേസിക് എക്കണോമിക് പ്രോബ്ലം അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക വർഷം. നമ്മൾ പഠിച്ചതല്ല, ഒരുപാട് വട്ടം പഠിച്ചതാണ്. റിലേഷൻ വിത്ത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അതായത് നമ്മളോട് എന്താ പറഞ്ഞത്? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. നമുക്കറിയാം എന്തൊക്കെയാണത്. വാട്ട് ടു പ്രൊഡ്യൂസ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ വാട്ട് ടു പ്രൊഡ്യൂസ്, അതേപോലെ ഹൗ ടു പ്രൊഡ്യൂസ്, അതേപോലെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആണല്ലോ. ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതിൻ്റെ 3 മാർക്കും കിട്ടും കേട്ടോ. അതാണ് അതിൻ്റെ ഈ പറഞ്ഞ ബേസിക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് വാട്ട് ടു പ്രൊഡ്യൂസ് പറഞ്ഞാൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ് പറഞ്ഞാൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് പറഞ്ഞാൽ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 ചോദ്യം അറിയാത്ത ആരും +2 പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ 3 എഴുതിയാൽ അതിൻ്റെ 3 മാർക്ക് സെറ്റ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, മാർക്കറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് മാർക്ക് ഇക്വിലിബ്രിയം പോയിന്റ്. നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടെത്തുക. ഡെഫിഷ്യൻറ്റ് ഡിമാൻഡും എക്സസ് ഡിമാൻഡും. ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ് അറിയുന്നത് എന്താ? നമ്മൾ മക്കളെ പഠിച്ചിട്ടുണ്ടെന്ന് ഡിമാൻഡ് കുറവായിരിക്കും, എന്തിനേക്കാൾ? സപ്ലൈയേക്കാൾ കുറവായിരിക്കും. നമ്മൾ പറഞ്ഞവരാണ് ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ്. എന്താ പറയുക? ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ഡിമാൻഡ് കൂടുതലും എന്നാൽ സപ്ലൈ കുറവാകുന്ന സിറ്റുവേഷൻ എന്താ പറയുക? എക്സസ് ഡിമാൻഡ് പറയല്ലേ, അതന്നെ സംഗതി. അപ്പോൾ എന്താ പറയുക? എക്സസ് ഡിമാൻഡ് എന്നാണ് നമ്മളവിടെ പറയട്ടോ. എക്സസ് ഡിമാൻഡ് എന്നാണ് നമ്മളവിടെ പറയാം. അപ്പോൾ ആ കേസുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ സിമ്പിളാണ് മക്കളെ, നോക്കിക്കോളും. ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. 2 കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഗ്രാഫ് സെപ്പറേറ്റ് വരച്ചെടുക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഇക്വിലിബ്രിയം ഇ എന്ന് കൊടുക്കുക, അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് അവിടെ ഇക്വിലിബ്രിയം ഇൻകം വൈ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാനിവിടെ എ എന്നും ബി എന്നും കൊടുക്കണേ. എയും ബിയും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതിയേക്കണേ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിമാൻഡ് കർവാണ് കൂടുതൽ അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്താം? എക്സസ് ഡിമാൻഡ് എന്ന് എഴുതാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഡിമാൻഡാണ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻറ്റ് ഡിമാൻഡാണ് വരുന്നത്. എന്താ വരുന്നത്? ഡെഫിഷ്യൻറ്റ് ഡിമാൻഡാണ് നമുക്കവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കാം. ഇനി അടുത്ത ചോദ്യം വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 18ാമത്തെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അല്ലേ, ഇൻഡിഫറൻസ് കർവിൻ്റെ 5 ഫീച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ 5 വേണ്ട, നമ്മളൊരു 3 4 എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം എന്താണ്? കോൺവെക്സ് ടു ഒറിജിൻ. എന്താ കോൺവെക്സ് ടു ഒറിജിൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഷേപ്പാണ് പറയുന്നത് അല്ലേ. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം നമുക്കറിയാം എന്താ, ഇതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ്, അതാണ് കോൺവെക്സ് ടു ഒറിജിൻ. രണ്ടാമത്തെ ഫീച്ചർ നമുക്ക് എഴുതി കൂടെ. എന്താണ് രണ്ടാമത്തെ പറയുന്നത്? കോൺവെക്സ് ടു ഒറിജിൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്താണ് പറയുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങോട്ടാണ്? താഴത്ത് കാണും, നമുക്കറിയാം അല്ലേ. ഇനി നമുക്കറിയുന്ന മൂന്നാമത്തെ കാര്യം തന്നെ ഹയർ ഐ സി. ഓക്കെ, ഹയർ ഐ സി ഗിവ്സ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഹയർ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഏറ്റവും ഉയർന്ന സംതൃപ്തി ആരാണ് നൽകുന്നത്? ഈ പറഞ്ഞ ഹയർ ഐ സി ആയിരിക്കും. ഏറ്റവും ഉയർന്ന ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിഫറൻസ് കർവ് തന്നെയായിരിക്കും. ആൻഡ് നാലാമത്തെ നമുക്ക് എഴുതി കൂടെ എഴുതാം. എന്താണ് പറയുന്നത്? നമുക്കതിന് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്ന് വെച്ചാൽ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടാറില്ല അല്ലേ. നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ, പരസ്പരം കൂട്ടിമുട്ടാറില്ല. ലാസ്റ്റ് വൺ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിഫറൻസ് മാപ്പ്. അതായത് ഇതിൻ്റെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണെന്ത്? ഇൻഡിഫറൻസ് മാപ്പ് എന്നറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 5 ഒന്നും എഴുതിയേക്കേണ്ട, ഒരു 3 4 നിങ്ങൾ എഴുതാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവിടെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. നമ്മളോട് പറഞ്ഞാൽ ഗവൺമെൻറ് ബഡ്ജറ്റ് ഉണ്ടല്ലോ, ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനൊരു 3 മാത്രം ഇവിടെ എഴുതിക്കാം. ഒന്ന് എക്കണോമിക് ഗ്രോത്ത്. എന്താണ് പറയുന്നത്? ഒന്ന് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ലക്ഷ്യമാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. എന്താണ് ഈ പറഞ്ഞ? എക്കണോമിക് സ്റ്റെബിലിറ്റി. എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയാം. എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയാം. ആൻഡ് എന്താ പറയാം? അതേപോലെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ റിമൂവൽ ഓഫ് പോവർട്ടി. റിമൂവൽ ഓഫ് പോവർട്ടി എന്ന് പറയാം, അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉത്തരം എഴുതിയാൽ എന്താണ്? ശരി ഉത്തരം തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ ഒന്ന് പറയാം സാമ്പത്തിക വളർച്ച, 2 എന്താണ് പറയാം? സാമ്പത്തിക സ്ഥിരത, 3 എന്താണ് പറഞ്ഞത്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ 3 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. വളരെ ഈസി നമുക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കുള്ളത് 5ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ. ഇതിൽ 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതുകൂടി നിങ്ങൾക്ക് ഓപ്ഷനിലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെയ്യാമെന്ന് പറഞ്ഞോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ആദ്യത്തെ 4 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ അവസാനത്തെ ചെയ്യാൻ നിൽക്കണമെന്നില്ല. കാരണം എന്താ പറയുക, അത് ഒരുപാട് അത്യാവശ്യം ചെയ്തു വരാനുണ്ട്. പക്ഷേ നിങ്ങൾ അതിന് നിൽക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ വാല്യൂസ് എഴുതിയേക്കാം. നമുക്കിവിടെ ടി സി തന്നുകൊണ്ട് തന്നെ നമുക്കറിയാം വെൻ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 0. നമുക്കറിയുന്ന കാര്യം ടി വി സി എന്തായിരിക്കും? അപ്പോൾ 0 ആയിരിക്കും. ടി സിയും ടി എഫ് സിയും തുല്യമായിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ടി എഫ് സിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് എത്ര വരിക? ടി സി 100 ആയതുകൊണ്ട് ടി എഫ് സി എന്തായിരിക്കും? 100 തന്നെ വരും. അപ്പോൾ എല്ലാ കോളത്തിനും ടി എഫ് സി നമുക്ക് എന്ത് ചെയ്യാം? 100 എന്നിങ്ങനെ എഴുതിയേക്കാം കേട്ടോ.
100 എന്ന് എഴുതിയേക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മാർക്കായി? 1 മാർക്ക് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ബാക്കി 2 കോളമുണ്ട്. 2 കോളത്തിനും ഓരോ മാർക്ക് വെച്ച് 3 മാർക്കാണ് മൊത്തം കിട്ടുക. ഇനി TVC നമുക്ക് ഫസ്റ്റ് കോളത്തിൽ എത്രയാണ്? 0 ആണ് വരിക. എന്താ കാരണം? 100 - 100 0 ആണ് അല്ലേ. ഇനി 150 - 100 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 50 വരും. അടുത്ത 180 - 100 ആകുമ്പോൾ 80 വരും. അടുത്ത 200 - 100 ആകുമ്പോൾ 100 വരും. 210 - 100 ആകുമ്പോൾ 110 വരും. ലാസ്റ്റ് വൺ 115 വരും. എങ്ങനെ കിട്ടിയത്? TC - TFC ചെയ്താൽ മതി അല്ലേ, അത് മാത്രം മതി അല്ലേ. നെക്സ്റ്റ് നമ്മുടെ MC കോളാണ് നമുക്ക് ചെയ്യാനുള്ളത്. MC കാണാൻ എന്തിൻ്റെ ചേഞ്ച് നോക്കിയാൽ മതി. ഫസ്റ്റ് കോളം ബ്ലാങ്ക് ഇട്ടൊക്കെ. രണ്ടാമത്തെ കോളം ഈ പറഞ്ഞ 100ഉം 150 തമ്മിലുള്ള വ്യത്യാസം 50. ഇനി 150ഉം 180 തമ്മിലുള്ള വ്യത്യാസം 30. 180ഉം 200 തമ്മിലുള്ള വ്യത്യാസം 20. ആൻഡ് 200ഉം 210 തമ്മിലുള്ള വ്യത്യാസം 10. 210ഉം 215 തമ്മിലുള്ള വ്യത്യാസം 5. കഴിഞ്ഞു. സിമ്പിളാണ്, സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഉത്തരം എങ്ങനെയാണ് വരേണ്ടത്? നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കാം. അപ്പോൾ 4 മാർക്കിനല്ല 3 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ പരിചയപ്പെട്ടത്. നിങ്ങൾ ഏതെങ്കിലും 4 എഴുതുക. അപ്പോൾ എത്ര മാർക്ക് കിട്ടും? 3 × 4 മൊത്തം 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം? പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.